ഹായ്, അവിടുത്തെ കിച്ചണിലേക്ക് സ്വാഗതം. സ്പൈസി ആയിട്ടുള്ള നോൺ വെജ് ഡിഷാണിന്ന്. തെങ്കാശി ബീഫ് ഫ്രൈ ആണ്. നാളികേരക്കൊത്തും പെരിഞ്ചീരകവും ഇഞ്ചിയും ഉള്ളിയും ഒക്കെ ചേർത്തിട്ടുള്ള ഫ്രൈ ആണിത്. ഇത്ര വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കിയതാണ്. കറി കട്ടായിട്ട് നുറുക്കിയതാണ്. ഇതിൽ നെയ്യുള്ള പീസസ് കുറച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. 1/2 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കിയതാണിത്. ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എടുത്തു വെച്ചതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരുമിച്ച് നുറുക്കി വെച്ചതായത്. ഇഞ്ചി 2 ഇഞ്ച് കഷ്ണം ഇങ്ങനെ നുറുക്കിയിട്ടുണ്ട്. വെളുത്തുള്ളി 10 അല്ലി. പെരിഞ്ചീരകം ഇത്രയും വേണ്ട, 1/2 ടീസ്പൂൺ മതി ഫ്രൈയിലേക്ക്. ഒരു 15 ചുവന്നുള്ളി കഷ്ണാക്കിയതാണിത്. തരിതരിപ്പായിട്ട് ചതച്ച കുരുമുളക്. ഇത്രയും മിക്സിയിൽ ചതച്ചെടുക്കുകയാണ് ആദ്യം. ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത് കുഞ്ഞേ സ്പൂണാണ്, ടീസ്പൂൺ കണക്കാണ് പറയുന്നത്. ഇതിലേക്ക് പാകത്തിന് ഉപ്പ്, ഒരു തണ്ട് കറിവേപ്പില. ഇതിൻ്റെ ഒപ്പം 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം. ഉള്ളിയെല്ലാം നല്ലോണം അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. അരച്ചു വെച്ചത് ഇതിലേക്ക് ചേർക്കാം. ഇനി 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു ഹീപ്പ് ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ്, ഒരു തണ്ട് കറിവേപ്പില. ഇനി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇത്രയും ചേർത്തിട്ട് നല്ലോണം യോജിപ്പിച്ചെടുക്കണം. പീസസിലൊക്കെ പൊതയണ പോലെ മാരിനേറ്റ് ചെയ്തെടുക്കണം. 1-2 മിനിറ്റ് ഇങ്ങനെ കൈകൊണ്ട് മസാല പിടിപ്പിക്കാം. ഇനി ഇത് കുക്കറിലേക്ക് ഇടാം. ഇതിലൊട്ടും വെള്ളം ചേർക്കണില്ല. ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വേവിക്കാൻ പാടുള്ളൂ. പിന്നെ വെളിച്ചെണ്ണ ചേർത്തതുകൊണ്ട് കരിഞ്ഞു പിടിക്കില്ല. ഇതിന് സ്റ്റൗവിൽ വെച്ച് 4 സ്റ്റീം ആവണ വരെ വേവിക്കാം. ഇപ്പം 4 സ്റ്റീം ആയി കഴിഞ്ഞു. ഇനി ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ആവിയൊക്കെ പോയി കഴിഞ്ഞു. വെള്ളം നല്ലോണം ഇറങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മളൊരു തുള്ളി പോലും വെള്ളം ഒഴിച്ചിട്ടില്ല. ഇതിൽ നിന്ന് തന്നെ ഇറങ്ങിയ വെള്ളമാണ്. ഇനി സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഈ വെള്ളം വറ്റിച്ചെടുക്കണം. നേരത്തെ പാകത്തിന് വെന്ത് കഴിഞ്ഞതാണ്. വെള്ളം വറ്റിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും സ്റ്റവിൽ വെച്ചത്. എസൻസും സ്പൈസസും ഒക്കെ പീസിൽ പിടിക്കും ഇങ്ങനെ വറ്റിക്കുമ്പോൾ. 4-5 മിനിറ്റ് കൊണ്ട് തന്നെ ഡ്രൈ ആയി കിട്ടും. ഇടയ്ക്കൊന്ന് ഇളക്കാം. ഇപ്പോൾ വറ്റി തുടങ്ങി. ഇനി പാനിലിട്ടിട്ടും മിക്സ് ചെയ്യും നമ്മൾ. അതുകൊണ്ട് ഓഫ് ചെയ്തെടുക്കാം. ഇപ്പോൾ തെങ്കാശി ബീഫ് ഫ്രൈ പൊതുവെ കൂടുതൽ സ്പൈസിയാണ്. മസാല സാധാരണ ചേർക്കണേക്കാളും കുറച്ച് കൂടുതൽ വേണം. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ പാനിലാണ് ചെയ്യേണ്ടത്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള നെയ്യുള്ള പീസസ് ആണിത്. ഇതിൽ നിന്നുള്ള നെയ്യ് ഇറങ്ങണം. നെയ്യൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി കോരി മാറ്റാം. 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, ഇഞ്ചി, വെളുത്തുള്ളി ഒന്ന് ഇളക്കാം. നിറം മാറട്ടെ. നാളികേരക്കൊത്ത് 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. തെങ്കാശി ബീഫ് ഫ്രൈയിൽ തേങ്ങാക്കൊത്ത് ചേർക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്റ്റേജിൽ അത് ചേർക്കുന്നത്. ഇനി ഉള്ളി നുറുക്കിയത് വഴറ്റാം. ഇതിൽ വെളിച്ചെണ്ണയുണ്ട്, ബീഫിൻ്റെ കുറച്ച് നെയ്യുണ്ട്. നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ചില്ലി ഫ്ലേക്സ് 2 ടീസ്പൂൺ, 2 തണ്ട് കറിവേപ്പില. ചില്ലി ഫ്ലേക്സിൻ്റെ പച്ചമണം മാറണം. കാശ്മീരി ചില്ലി പൗഡർ ഇട്ടിട്ടുണ്ട്, കുരുമുളക് പൊടിയുണ്ട്, ചില്ലി ഫ്ലേക്സും ചേർത്തിട്ടുണ്ട്. ഇനി വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ഇനി വെള്ളമയം മുഴുവൻ വറ്റി ഡ്രൈ ആവും. അപ്പോൾ വെള്ളം മുഴുവൻ വലിഞ്ഞിട്ടുണ്ട്. ചെറിയ തീയിൽ കുറച്ച് നേരം വരട്ടി. ഇങ്ങനത്തെ ഡിഷസൊക്കെ പൊതുവെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ പതുക്കെ കുക്കാവുമ്പോഴാണ് കൂടുതൽ സ്വാദ്. ഇനി 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി. ഇപ്പോൾ എല്ലാം ആയി കഴിഞ്ഞു.
അവസാനമാണ് ഗരം മസാലപ്പൊടി ചേർക്കണേ. അപ്പോൾ ശരിക്കും എൻ്റെ ഫ്ലേവർ നല്ലോണം വരും. എല്ലാം മിക്സായി. വേണമെങ്കിൽ ഒരു തണ്ട് കറിവേപ്പില ഓഫ് ചെയ്തിട്ട് ചേർക്കാം. 2 തണ്ട് നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ട്. ഇനി ഓഫ് ചെയ്യാം. അങ്ങനെ തെങ്കാശി ബീഫ് ഫ്രൈ റെഡിയായി. ചപ്പാത്തി, പൊറോട്ട, നാൻ, ചോറ് അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെ നല്ലതാണ് ഈ ഫ്രൈ. സാധാരണ ഫ്രൈയേക്കാളും ഇത്രയും കൂടെ സ്പൈസിയാണ്. എരിവും മസാലയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ ഫ്രൈ നല്ല ഇഷ്ടമാവും. വേറൊരു വിഭവമായിട്ട് വീണ്ടും കാണാം. ഓടത്തെ കിച്ചൻ ലൈക്കും ഷെയറൊക്കെ ചെയ്യാം. താങ്ക് യു.